ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരെ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര തൂത്തുവാരാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫി എന്ത് വില കൊടുത്തും അലമാരയിലെത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട്. കഴിവുറ്റ ടീമിനെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. രോഹിത് ശർമ്മയ്ക്ക് കീഴിലിറങ്ങുന്ന ഇന്ത്യ സന്തുലിതമായ താരനിരയാണുള്ളത്. ഇന്ത്യൻ ടീമിൽ ആരാധകർ ഏറെ ആഗ്രഹിച്ചിരുന്ന ചില താരങ്ങളുടെ അഭാവവുമുണ്ട്. അതിലൊരാളാണ് സഞ്ജു സാംസൺ. മലയാളി താരം വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ T20യിൽ ഇന്ത്യയുടെ ഓപ്പണർമാരിൽ ഒരാളാണ്. ഏകദിനത്തിൽ 56 ശരാശരിയുള്ള താരമായിരുന്നിട്ടും സഞ്ജു സാംസണെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും ഒഴിവാക്കി. സമീപകാലത്തെ സഞ്ജുവിൻ്റെ പ്രകടനം നോക്കുമ്പോൾ ഷോർട്ട് ബോളിൽ ദൗർബല്യം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നുവെന്ന് പറയേണ്ടി വരും. അതിവേഗ ബൗളർമാരുടെ ഷോർട്ട് ബോൾ കെണിയിൽ സഞ്ജു സാംസൺ തുടർച്ചയായി പുറത്താവുന്നത് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഒരു മത്സരം പോലും പ്രതീക്ഷിക്കത്തുന്ന നിലവാരം പുലർത്താൻ സഞ്ജു സാംസൺ ആയിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ തവണ ഷോർട്ട് ബോളിലാണ് സഞ്ജു പുറത്തായത്. എന്നാൽ ഷോർട്ട് ബോൾ ദൗർബല്യമുണ്ടായിരുന്ന മറ്റൊരു താരം ശ്രേയസ് അയ്യരാണ്. ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിലൂടെ ഈ പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം കണ്ടു. സഞ്ജു സാംസൺ ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ഒരേ ലൈനിലാണ് ഇതോടെ ഷോർട്ട് ബോൾ കളിക്കുമ്പോൾ സ്റ്റക്കായി പോകുന്നത്. ഓഫ് സൈഡ് മാത്രം മനസ്സിൽ കണ്ടാണ് അവൻ ലെഗ് സ്റ്റമ്പിലേക്ക് ലൈനിലേക്ക് ഇറങ്ങുന്നത്. പുൾ ഷോട്ടിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കാത്തതും അതുകൊണ്ടാണ്. ശ്രേയസ് അയ്യർ കളിച്ചത് നോക്കുക. ബാക്ക് ഫുട്ടിൽ തന്നെ കളിക്കാൻ നേരത്തെ തയ്യാറെടുത്താണ് അവൻ നിൽക്കുന്നത്. ക്രീസിൽ നിന്ന് അല്പം പിന്നോട്ട് നിൽക്കുമ്പോൾ അവന് പന്തിൽ കൂടുതൽ ടൈമിംഗ് കിട്ടുന്നു. സഞ്ജുവിന് സാധിക്കാതെ പോയത് ശ്രേയസ് അയ്യർ ഏകദിനത്തിലൂടെ കാട്ടിയതെന്നും കെവിൻ പീറ്റേഴ്സൺ അഭിപ്രായപ്പെട്ടു. സഞ്ജു സാംസൺ ക്രീസിനെ നന്നായി ഉപയോഗപ്പെടുത്തി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേസർമാർക്കെതിരെ പുൾ ഷോട്ട് കളിക്കാനായി ബാക്ക് ഫുട്ടിലാണ് അവൻ ഷോട്ടിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ ബാക്ക് ഫുട്ടിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സഞ്ജുവിന് സാധിക്കാതെ പോകുന്നുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ജോഫ്ര ആർച്ചർ നല്ല വേഗത്തിൽ പന്തെറിയുന്ന താരമാണ്. സഞ്ജു ബാക്ക് ഫുട്ടിൽ കളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൈവിരലിന് പൊട്ടലേറ്റതെന്ന സാഹചര്യവും ഉണ്ടായത്. നിലവിൽ സഞ്ജുവിൻ്റെ കൈവിരലിന് പൊട്ടലുണ്ട്. തിരിച്ചു വരാൻ 6 ആഴ്ചത്തെ വിശ്രമമെങ്കിലും വേണ്ടിവരുമെന്ന റിപ്പോർട്ടുണ്ട്. സഞ്ജുവിന് പുൾ ഷോട്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത പക്ഷം ഇന്ത്യയുടെ T20 സ്വപ്നം അധികനാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നുറപ്പാണ്. ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ ശ്രേയസ് അയ്യർ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യക്ക് വേണ്ടി 4-ാം നമ്പറിൽ ഇറങ്ങുമ്പോഴും വലിയ പ്രതീക്ഷ ശ്രേയസ് അയ്യരുണ്ട്. അതിഗംഭീര ടൂർണമെൻറ്റ് തന്നെയാണ് ശ്രേയസിൽ നിന്നും ഇന്ത്യൻ ടീമും പ്രതീക്ഷിക്കുന്നത്.